നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തുടനീളം പ്രസംഗിച്ച കള്ളങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് നാണം കെട്ട് രാഹുൽ. അഗ്നിവീർ പദ്ധതിയിൽ സൈനിക സേവനം നടത്തുന്ന പട്ടാളക്കാർ വീരമൃത്യു വരിച്ചാൽ 1 രൂപ പോലും കുടുംബത്തിന് നൽകില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. അഗ്നിവീറുകാർക്ക് പെൻഷൻ പോലുമില്ല, മോദി അവരെ രക്തസാക്ഷികളായി കണക്കാക്കില്ലെന്നും 1 രൂപ പോലും നൽകില്ലെന്നും രാഹുൽ പറഞ്ഞു. ലോക്സഭയിൽ സംസാരിക്കവേ അഗ്നിപത് പദ്ധതിയെക്കുറിച്ച് സർക്കാരിനെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി ഇത് സർക്കാരിന് ഉപയോഗിച്ച് വലിച്ചെറിയാൻ എന്ന് വിശേഷിപ്പിച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് സംവാദം അരങ്ങേറിയത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ പ്രസംഗത്തിൽ അഗ്നിവീർ പദ്ധതിയെ വിമർശിച്ചു. ഇത് സൈനികർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും സാധാരണ ജവാന്മാർക്ക് ലഭിക്കുന്ന അതേ പദവി അഗ്നിവീർ ജവാന്മാർക്ക് നൽകുന്നില്ലെന്ന് വാദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പച്ചക്കള്ളം സഭയിൽ പറയരുതെന്നായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുലിന്റെ ശ്രമം. പരിശീലന വേളയിലോ സുരക്ഷാ ദൗത്യത്തിനിടയിലോ വീരമൃത്യു വരിച്ചാൽ ആ സൈനികന്റെ കുടുംബത്തിന് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് സഭയിൽ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുലിന്റെ വ്യാജ പ്രചരണങ്ങളെ തുറന്നുകാട്ടി രംഗത്തെത്തി. രാഹുൽ പറയുന്നത് കുടുംബത്തിൽ 1 രൂപ പോലും സഹായം നൽകുന്നില്ലെന്നാണ്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആധികാരികമായി അറിയിച്ചിരിക്കുന്നത് 1 കോടി രൂപ ലഭിക്കുമെന്നാണ്. രാഹുലിനും കൂട്ടർക്കും ഈ വിവരം ലഭിച്ചതിന്റെ യാഥാർത്ഥ്യം അവർ സഭയ്ക്ക് മുന്നിൽ വെക്കണം. ഈ സഭ നുണ പറയാനുള്ള ഇടമല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശരിയാണെന്ന് അവർ തെളിയിക്കണം, അല്ലെങ്കിൽ ഈ സഭയോടും രാജ്യത്തോടും അഗ്നിവീർ ജവാന്മാരോടും മാപ്പ് ചോദിക്കണം, അമിത്ഷാ ആവശ്യപ്പെട്ടു. 2022 ആരംഭിച്ച അഗ്നിപത് സ്കീം 3 സേവനങ്ങളുടെയും പ്രായപരിധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സായുധ സേനയിലേക്ക് ഉദ്യോഗസ്ഥരെ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഇൻഡക്ഷൻ നൽകുന്നു. പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുന്നവരെ അഗ്നിവീർ എന്ന് വിളിക്കുന്നു. സ്കീമിന് കീഴിൽ 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള യുവാക്കളെ 4 വർഷത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റിൽ 25% പേരെ 15 വർഷത്തേക്ക് കൂടി നിലനിർത്താൻ വ്യവസ്ഥയുണ്ട്. ബാക്കിയുള്ളവർക്ക് അവരുടെ സേവനം അവസാനിക്കുമ്പോൾ സാമ്പത്തിക പാക്കേജും നൽകും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.